CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ക്യാൻസർ ചികിത്സാ വികേന്ദ്രീകരണത്തിനായി താലൂക്ക് ആശുപത്രി തലം മുതൽ മാമോഗ്രാം സേവനം ഉറപ്പാക്കുമെന്ന് ആരോഗ്യ, വനിതാ, ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ 7 നിലകളിലായി നിർമ്മിക്കുന്ന നിർദ്ദിഷ്ട കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുന്നംകുളത്തിന് സ്വപ്ന സാക്ഷാത്കാരം. നിർദ്ദിഷ്ട താലൂക്ക് ആശുപത്രി കെട്ടിടത്തിൽ മികച്ച സൗകര്യങ്ങൾ. ഒരു നൂറ്റാണ്ടിലേറെ സേവന പാരമ്പര്യമുള്ള കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ വികസനമെന്ന കുന്നംകുളത്തുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്നും 76.50 കോടി രൂപ വിനിയോഗിച്ചാണ് താലൂക്ക് ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വർഗീയത ആളിക്കത്തിച്ച് ജനങ്ങളെ വിഭജിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. എരുമപ്പെട്ടി മങ്ങാട് പുതുരുത്തിയിൽ ലോറിയും ഇരുചക്രവാഹനങ്ങളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ നെല്ലുവായ് ധന്വന്തിരി ക്ഷേത്രത്തിന് സമീപം കീർത്തി നിവാസിൽ നന്ദൻ മാരാരുടെ മകൻ 21 വയസ്സുള്ള ഗൗതം ആണ് മരിച്ചത്. വടക്കേക്കാട് ഞമനേങ്ങാട് ചക്കിത്തറയിൽ തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്ക്. ചക്കിത്തറ സ്വദേശികളായ അക്ഷയ്, അജയ് ദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ നടത്തുന്നത് സമാനതകളില്ലാത്ത പോരാട്ടമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ വീണ ജോർജ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അമ്മയും കുഞ്ഞും ബ്ലോക്കിന്റെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും മറ്റു വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുന്നംകുളം മുതുവമ്മൽ താഴം കോൾപ്പടവിൽ കൊയ്ത്തുത്സവം നടത്തി. മുതുവമ്മൽ താഴം കോൾപ്പടവ് സമിതിയാണ് കൃഷി ഇറക്കിയത്. കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ചെറുവള്ളിപ്പുഴ പാലത്തിന് സമീപം ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. വേലൂരിൽ ഇറച്ചിക്കടയുടെ മറവിൽ വിൽപ്പന നടത്തിയിരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. നിരോധിച്ച പുകയില ഉൽപ്പന്നമായ ഹാൻസ് ആണ് വൻതോതിൽ പിടികൂടിയത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച വനിതാ ജിം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാത്തിരിപ്പിനൊടുവിൽ തിരുവനന്തപുരം പെങ്ങാമുക്ക് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസ് പുനരാരംഭിച്ചു. തിരുവനന്തപുരത്ത് നിന്നും ഉച്ചയ്ക്ക് 1:30 ആരംഭിച്ച് രാത്രി 11:30 തിരിച്ചെത്തുന്ന ബസ് പുലർച്ചെ തലസ്ഥാന നഗരിയിലേക്ക് തിരിക്കും. വടക്കേക്കാട് കൊച്ചന്നൂരിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ സ്കൂട്ടർ യാത്രികന് പരിക്ക്. കൊച്ചന്നൂർ സ്വദേശി പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ 38 വയസ്സുള്ള സുബിനാണ് പരിക്കേറ്റത്. NDA സ്ഥാനാർത്ഥി ഭരത് സുരേഷ് ഗോപി പുന്നയൂർ പാവിട്ടംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥിക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി. ആലത്തൂർ ലോക്സഭ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് കാഞ്ഞിരക്കോട്, കുണ്ടന്നൂർ പ്രദേശങ്ങളിൽ സ്വീകരണം നൽകി. NDA തൃശൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വടക്കേക്കാട് കപ്ലേങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ രാധാകൃഷ്ണൻ കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ആദ്യ പര്യടനം നടത്തി. കേരളത്തിൽ ഇടതും വലുതും പ്രതിവിധികൾ കാണാത്ത പ്രതിഷേധങ്ങളാണ് കാലങ്ങളായി നടത്തിയിട്ടുള്ളതെന്ന് നടനും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ദേവൻ. ആലത്തൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ നഗരസഭയുടെ അഗതി മന്ദിരത്തിലേക്ക് റോട്ടറി ക്ലബ് ഓഫ് ഗുരുവായൂർ ഹെറിറ്റേജ് അക്വേറിയം നൽകി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഏറ്റുവാങ്ങി. കമ്മ്യൂണിറ്റി എംപവർമെന്റിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിൽ തെരഞ്ഞെടുത്ത എടക്കഴിയൂർ ഏരിയയിലെ പാപ്പാളി ബീച്ച് പ്രദേശത്തേക്കുള്ള റമദാൻ സ്പെഷ്യൽ കിറ്റ് വിതരണം നടത്തി. മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം വിശ്വാസികൾ റംസാൻ വ്രതാരംഭത്തിന് തുടക്കം കുറിച്ചു. ഇനി ഒരു മാസക്കാലം ആത്മസംസ്കരണത്തിന്റെ നാളുകളാണ്. പറക്കാട് ALP സ്കൂളിന്റെ 89ാം വാർഷികാഘോഷവും പുതുതായി നിർമ്മിച്ച കിച്ചൺ 20 സ്റ്റോറിന്റെ ഉദ്ഘാടനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷവും അടുക്കളയുടെ ഉദ്ഘാടനവും മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലേക്ക് ഫർണിച്ചറും ഓഫീസ് അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. നഗരസഭ 2023-24 വാർഷിക പദ്ധതി പ്രകാരം 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. അകാലത്തിൽ മരണപ്പെട്ട പള്ളിപ്പറമ്പിൽ താഹയുടെ കുടുംബത്തിന് ഇനി അടച്ചുറപ്പോടെ അന്തിയുറങ്ങാം. CPIM പാർട്ടി കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരം CPIM ചാവക്കാട് വെസ്റ്റ് കമ്മിറ്റി പണികഴിപ്പിച്ച ഭവനത്തിന്റെ താക്കോൽ കൈമാറി.
നായരങ്ങാടി പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റമദാൻ ക്വിസ് 2024 സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന പറവകൾക്ക് സ്നേഹ തണ്ണീർക്കുടം പദ്ധതിക്ക് കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിൽ തുടക്കമായി. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്നും വീണ് ഒരാൾക്ക് പരിക്കേറ്റു. തിച്ചൂർ ചാഴിയാട്ടിയിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശി പടിഞ്ഞൂറുട്ടയിൽ വീട്ടിൽ പ്രകാശനാണ് പരിക്കേറ്റത്. ഗുരുവായൂരിൽ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. താമരയൂർ താഴിശ്ശേരി രവീന്ദ്രന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. എരുമപ്പെട്ടി പഴവൂർ റോഡിന് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 3 യുവാക്കൾക്ക് പരിക്കേറ്റു. മങ്ങാട് അയ്യപ്പത്ത് വീട്ടിൽ ആശിഷ്, ചിറ്റണ്ട പട്ടച്ചാലിൽ വീട്ടിൽ ഷാഹിൻ ഷാ, ചിറ്റണ്ട പട്ടച്ചാലിൽ വീട്ടിൽ റിൻഫാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാണിപ്പയ്യൂർ കാണിശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. തൃശൂർ ജില്ലാ സൗഹൃദ ഓട്ടോ സ്വതന്ത്ര കൂട്ടായ്മ ഗുരുവായൂർ മേഖലാ സമ്മേളനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോയ് മുണ്ടൂർ ഉദ്ഘാടനം ചെയ്തു. പാലയൂർ ആലപ്പാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. പൗരത്വ ഭേദഗതി ബിൽ നടപ്പാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടന്നു. പുന്നയൂർക്കുളം കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച ചികിത്സാ ധനസഹായം കുടുംബത്തിന് കൈമാറി. കനിവ് പ്രവർത്തകർ വിവിധ തെരുവുകളിൽ പാട്ടുപാടിയാണ് ചികിത്സാ ഫണ്ട് സ്വരൂപിച്ചത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.